കർത്താവായ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. Your beatitude, more and more, Ignatius Joseph III Yohanan, the Patriarch of the Catholic Church of Antioch, and the most respected archbishops who accompanied the Patriarch. Your beatitude, more and more, Basilius Cardinal Clemens Catholicus, Major Archbishop of the Syro-Malankara Church, Archbishops, Bishops, Panniya Vicar General Achanmar, Kor Episcopa Achanmar, Sannyasa Samuhangalude, Superior Generals, Provincial Superiors, Priya Behumanapeda Vaidikare, Sanyasthvare, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവജനമേ, പ്രിയ സഹോദരങ്ങളെ, മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 95ാമത് പുനരൈക്യ വാർഷികത്തിൻ്റെ സമാപന സംഗമത്തിൻ്റെ ഹൃദയമായ ഈ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുന്നത്, ഈ ആഘോഷങ്ങൾ എത്രയോ വലിയ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്, അഭിമാനമാണ്. ഇത് മലങ്കര കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, ആഗോള തിരുസഭയ്ക്കും ഭാരതസഭയ്ക്കും ഒരു പ്രത്യേകമായ വിധം സിറോ മലബാർ സഭയ്ക്കും ഇത് അഭിമാന നിമിഷമാണ്, അനുഗ്രഹ നിമിഷമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സിറോ മലബാർ സഭയുടെ ഒരു മേലധ്യക്ഷ പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാനത് വലിയൊരു അനുഗ്രഹമായിട്ടും ആദരവായിട്ടും കാണുകയാണ്. പുനരൈക്യത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ ഒരു സഹോദരി സഭ എന്ന നിലയിൽ ചേർന്ന് നിൽക്കാനും ചേർത്ത് പിടിക്കാനും ഭാഗ്യം കിട്ടിയ ഒരു സഭയാണ് സിറോ മലബാർ സഭ എന്നതും സ്നേഹത്തോടും ആദരവോടും അഭിമാനത്തോടും കൂടി ഞാൻ ഈ സമയത്ത് ഓർത്തെടുക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷം ഒരു ഇരട്ടി മധുരം കൂടിയാകുന്നു. അത് നമ്മുടെ 2 നിയുക്ത മെത്രാന്മാർ സഭയ്ക്ക് അനുഗ്രഹമായ വരദാനമായി ഇതോടൊപ്പം തന്നെ ലഭിച്ചിരിക്കുന്നു എന്നതാണ്. മോൺസിഞ്ഞോർ കുര്യാക്കോസ് തടത്തിലച്ചൻ, അപ്പസ്തോലിക് വിസിറ്റേറ്റർ ഓഫ് യൂറോപ്പ് നിയുക്ത മെത്രാൻ, പിതാവിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മോൺസിഞ്ഞോർ ജോൺ കുറ്റിയിലച്ചൻ, തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിൻ്റെ നിയുക്ത സഹായമെത്രാൻ, പിതാവിനും പ്രത്യേക അനുമോദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ശ്രവിച്ച സുവിശേഷ ഭാഗം വളരെ ശ്രദ്ധേയമായ ഒന്നാണല്ലോ. പുനരൈക്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അർത്ഥതലങ്ങളും ആഴവും ദൈവശാസ്ത്രവും എല്ലാം ഉള്ള ഒരു വചനഭാഗം. ഈശോയുടെ പുരോഹിത പ്രാർത്ഥന എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, മനസ്സിലാക്കുന്ന, അവിടുത്തെ അന്ത്യാഭിലാഷം അറിയിക്കുന്ന വചനഭാഗം. മനോഹരമായ ഈ വചനഭാഗത്തിൻ്റെ മുഴുവൻ ഹൃദയവും തുടിക്കുന്നത് ഐക്യത്തിലേക്കും കൂട്ടായ്മയിലേക്കുമാണ്. ഈശോയുടെ ആന്തരിക ദാഹമാണ് അവിടെയെല്ലാം വ്യക്തമാകുന്നത്. അവസാനം പറയുന്ന വാക്കുകളും അവസാനം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഐക്യത്തിലേക്കുള്ള, കൂട്ടായ്മയിലേക്കുള്ള ഏറ്റവും ഹൃദയം തുടിക്കുന്ന ഒരു ക്ഷണമാണ്. അതിൻ്റെ ഹൃദയമായി നിൽക്കുന്ന ഒരു വചനഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 22ാമത്തെ വാക്യം നമ്മൾ വായിച്ചു ശ്രവിച്ചു. ഇപ്പോൾ ദ ഗ്ലോറി ദാറ്റ് യു ഹാവ് ഗിവൻ മീ ഐ ഹാവ് ഗിവൻ ടു ദം ദാറ്റ് ദേ മേ ബി വൺ ആസ് വി ആർ വൺ. പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് നൽകിയ മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. മഹത്വം എന്ന വാക്ക് ഇവിടെ പ്രത്യേകമായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ ഗ്ലോറിയെ സൂചിപ്പിക്കുന്ന മഹത്വം എന്ന ഈ വാക്ക് അവിടെ ഗ്രീക്ക് മൂലത്തിൽ ദ്വക്സ എന്ന പദമാണ്. അതോടൊപ്പം എബ്രായ മൂലത്തിലേക്ക് പോയാൽ ഖബോദ്, നമ്മുടെ മാതൃഭാഷയായ സുറിയ ആരാധനക്രമ മാതൃഭാഷയായ സുറിയാനിയിൽ അത് ശുഭഹോ അല്ലെങ്കിൽ സുബഹ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു അർത്ഥവ്യത്യാസങ്ങൾ ഏറെയില്ലെങ്കിലും ചില ഊന്നലുകളുടെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അത് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹം
പങ്കുവെക്കുന്ന കൂട്ടായ്മയായിട്ട് കുരിശിൽ പ്രകാശിതമാകുന്നു. ആ ഒരു ത്രിത്വൈക ദൈവത്തിൻ്റെ പങ്കുവെക്കുന്ന കൂട്ടായ്മയുടെ പ്രകാശനം എന്ന അർത്ഥത്തിൽ തന്നെയാണത്. മനോഹരമായ ഒരു തരത്തിൽ അതിനെ ദൈവത്തിൻ്റെ വചനം നമുക്ക് പങ്കുവെച്ച് തരുന്നുണ്ട്. The glory that is expressed here is the radiant presence of God that transforms the community of faithful into unity. വലിയൊരു കൂട്ടായ്മയിലേക്ക് എത്തിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പ്രകാശനം എന്നതാണ് അതിൻ്റെ ഒരു ആന്തരികമായ അർത്ഥം. കുരിശിൽ പങ്കുവെച്ചുകൊണ്ട് വിളമ്പിക്കൊടുത്ത സ്നേഹത്തിൻ്റെ പ്രകാശനം, ഉത്ഥാനത്തിലൂടെ മഹത്വീകരിക്കപ്പെട്ട ആ പ്രകാശനം, അത് കൂട്ടായ്മയിലേക്കാണ് ക്ഷണിക്കുന്നത്. ആ ഒരു കൂട്ടായ്മയുടെ തലത്തിലേക്ക് കർത്താവ് ഇന്ന് നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 95 വർഷങ്ങളിലേക്ക് എത്തുന്ന സഭയുടെ ഈ പുനരൈക്യത്തിൻ്റെ പാവന സ്മരണകൾ എത്രയോ ശ്രേഷ്ഠമാണ്. ഈശോയുടെ ഒരു വലിയ ദാഹമായിരുന്നു, മിശിഹാ തമ്പുരാൻ്റെ അതിതീക്ഷ്ണമായ ദാഹമാണ് കുരിശിലൂടെ, മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും യാഥാർത്ഥ്യമാകുന്നത്. ആ ദാഹം, അന്തർദാഹം, അത് വലിയ ഒരു കൂട്ടായ്മയിലേക്കുള്ള ക്ഷണമായിരുന്നു. ഈ ദാഹം ഈശോ കുരിശിലൂടെ നൽകുന്നത് തൻ്റെ സഭയ്ക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ തിരുവചനം അത് വ്യക്തമാക്കുന്നുണ്ട്. പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവൻ്റെ പാർശ്വത്തിൽ കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നത് സഭാപിതാക്കന്മാർ മനോഹരമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. മാർ അപ്രേമും മാർ അഗസ്തീനസും ഒക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നത് വളരെ അർത്ഥപൂർണമായിട്ടാണ്. മെശിഹ, രണ്ടാം ആദമായ മെശിഹ കുരിശിൽ ഉറങ്ങിയപ്പോൾ അവൻ്റെ പാർശ്വത്തിൽ നിന്നും പുതിയ ഹൗവയായ സഭ പിറന്നുവെന്നാണ്. While Christ, the second Adam, slept on the cross, a new Eve was born from his side. അതാണ് സഭ. അത് സഭയുടെ കൂദാശകളും സഭ തന്നെയുമാണ് എന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ഈശോയ്ക്കുണ്ടായിരുന്ന ആ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം തൻ്റെ ശിഷ്യഗണങ്ങൾക്ക്, സഭയ്ക്ക് ആണ് അവിടെ നിന്ന് കൈമാറുന്നത്. അതാണ് 17-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൻ്റെ ആ മഹത്വം കൈമാറിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ദൈവശാസ്ത്രപരമായ ധ്വനി എന്ന് നമുക്കറിയാം. മഹത്വം കൈമാറിയിരിക്കുന്നത് ആ ദാഹമാണ്, യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ദാഹമാണ് കൈമാറിയിരിക്കുന്നത്. ആ ദാഹം പൂർത്തിയാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞതിൻ്റെ, അത് ആ വഴിയിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ 95-ാമത് പുനരൈക്യ വാർഷികമെന്നത് എത്രയോ ശ്രേഷ്ഠമാണെന്ന് ഞാൻ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. സിറോ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അർത്ഥപൂർണമായ വിധം ഇത് യാഥാർത്ഥ്യമായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഐക്യത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് വിശുദ്ധ കൂദാശയിലുള്ള പങ്കാളിത്തത്തിലാണ്. അത് മാമോദീസായിൽ ആരംഭം കുറിക്കുന്നു, അത് പൂർത്തിയാകുന്നത് പരിശുദ്ധ കുർബാനയിൽ. നമുക്കറിയാം, മറ്റ് സഹോദര സഭകളുടെ മാമോദീസ നമ്മൾ സ്വീകരിക്കുന്നുണ്ടല്ലോ, ആ മാമോദീസ അംഗീകരിക്കുന്നുമുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നൽകപ്പെടുന്ന മാമോദീസ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ഐക്യം പൂർണ്ണതയിലെത്തുന്നത് പരിശുദ്ധ കുർബാനയിൽ മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിച്ചുകൊണ്ട് നാം ഒന്നായി ചേരുമ്പോഴാണ്. ആ ഒരു ഐക്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള വലിയ ഭാഗ്യത്തിൻ്റെ ഓർമ്മയാണ് നമ്മളിവിടെ കൊണ്ടാടുന്നത്. ആ ഓർമ്മകളോട് ചേർന്ന് ധന്യനായ പുണ്യചരിതനായ മഹാത്മാവ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ പുണ്യപ്പെട്ട ഓർമ്മകളും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന, അതെല്ലാം ഓർത്ത് അഭിമാനിക്കുന്ന വിലപ്പെട്ട നിമിഷങ്ങളാണല്ലോ ഇതെല്ലാം. സിറോ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തിത്വവും അതിൻ്റെ പൈതൃകവും എല്ലാം നിലനിർത്തിക്കൊണ്ട്, അതിൻ്റെ പാരമ്പര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ കത്തോലിക്ക സഭയുമായിട്ട്, പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പായുമായിട്ടുള്ള പൂർണ്ണമായ ഐക്യത്തിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ് എന്നുള്ളതിന് ദൈവത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്തരം ഒരു പൈതൃകത്തിൽ ഒരുമിച്ചായിരുന്നു കൊണ്ട് സഭ കമ്മ്യൂണിയൻ എക്ലേസിയോളജി എന്നുള്ള ആ ദർശനത്തിലേക്ക്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ മനോഹരമായ ദർശനത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ തുടർച്ചയായിട്ടിതാ ഈ കൂട്ടായ്മയും എത്തി നിൽക്കുകയാണ്. വ്യക്തിഗത സഭകളുടെ ഒരുമ, 24 വ്യക്തിഗത സഭകളുള്ള ഈ കത്തോലിക്ക സഭ ഒരു പൂന്തോട്ടം പോലെ അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നതിൻ്റെ സൗന്ദര്യത്തിൽ പങ്കുചേർന്നതിൻ്റെ മഹത്തായ ഓർമ്മ. സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ചില ഘടകങ്ങൾ
തിരിച്ചെടുക്കുവാനുള്ള തീവ്രമായ നൊമ്പരങ്ങളുടെ വഴികളിലാണ് അതിൻ്റെ യാത്ര എന്നതും ഞാൻ ഈ സമയത്ത് ഓർക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ ദാഹം വാസ്തവത്തിൽ സഭയ്ക്ക് നൽകപ്പെട്ട ഒരു ദാഹമാണല്ലോ. ആ ദാഹം മിശിഹ തൻ്റെ കുരിശിലൂടെ സഹന സമർപ്പണത്തിലൂടെ തൻ്റെ വധുവായ സഭയ്ക്ക് നൽകിയ ഈ ദാഹം, പിതാവിൻ്റെ മഹത്വം എന്നുള്ള ആ ദാഹം, അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പുണ്യപിതാവിൻ്റെ ഓർമ്മകളുടെ മുമ്പിൽ പ്രണാമമർപ്പിക്കുകയാണ് ഞാനും നിങ്ങളോട് ചേർന്നുകൊണ്ട് പുണ്യചരിതനായ ധന്യപിതാവായ മാർ ഇവാനിയോസ് തിരുമേനി. 1920കളിൽ ആരംഭിച്ച തീക്ഷ്ണമായ പുനരൈക്യ ശ്രമങ്ങളുടെ സാഹസികമായ യാത്രകൾ, കഷ്ടപ്പാടിൻ്റെയും പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും തീരാത്ത നൊമ്പരങ്ങളുടെയും അതിസാഹസികമായ യാത്ര, ആ യാത്രകളൊക്കെ എത്ര അർത്ഥപൂർണമായിട്ടാണ് 1930 സെപ്റ്റംബർ 20 പുണ്യപിതാവിനുണ്ടായിരുന്നു. അദ്ദേഹം പരിത്യാഗത്തിൻ്റെയും തീവ്ര സാന്നിധ്യം ആയിട്ട് മാറുകയാണ് പിന്നെ ചെയ്തത്. സഭയിൽ പരിത്യാഗത്തിലൂടെയും പ്രാർത്ഥന യാഥാർത്ഥ്യം ഈ പുണ്യപിതാവ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അധികാരമോ സ്ഥാനമോ സമ്പത്തോ ഒന്നും പരിഗണിക്കാതെ അതെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് മുണ്ടൻമലയുടെ മുകളിലേക്ക് ആ മനുഷ്യൻ കടന്നു ചെന്നത്. അവിടെ ആരംഭിച്ച സാഹസികമായ താപസ ജീവിതത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളാണ് പിന്നീട് പുനരൈക്യത്തിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് മാറിയത് എന്നുള്ള സത്യം നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ എല്ലാം ഹൃദയം, എല്ലാ മലങ്കര വിശ്വാസികളുടെയും ഹൃദയം, അതുപോലെ ഒരു സുറിയാനി സഭ എന്ന നിലയിൽ സുറോ മലബാർ വിശ്വാസികളുടെയും ആഗോള സഭയുടെയും ഹൃദയം തുടിക്കുന്നുണ്ട് ഈ ധന്യമായ വേളയിലെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ പ്രിയപ്പെട്ടവരെ ഓർക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. സന്യാസത്തിൻ്റെ ഹൃദയം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ഭാരതീയ പ്രതിച്ഛായ നന്നായി കലർത്തിക്കൊണ്ട് ഒരു ഭാരതീയ സന്യാസത്തിൻ്റെ ഇതിഹാസം രചിച്ച ധന്യാത്മാവ് കൂടിയാണ് അദ്ദേഹം എന്നതും ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയുടെ കരുത്തും ത്യാഗത്തിൻ്റെ സമ്പത്തും ജ്ഞാനത്തിൻ്റെ പ്രഭയും നിറഞ്ഞ ഒരു പുണ്യപുരുഷൻ. പ്രാർത്ഥനയുടെ കരുത്തും ത്യാഗത്തിൻ്റെ സമ്പത്തും ജ്ഞാനത്തിൻ്റെ പ്രഭയും നിറഞ്ഞ ഒരു പുണ്യപുരുഷൻ. അദ്ദേഹം ഇങ്ങനെ കുറിച്ചിടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ: വിജ്ഞാനോപരിസ്ഥനായ ദൈവമേ, സത്യവിജ്ഞാനമാകുന്ന പ്രഭ കൊണ്ട് അവിടുന്ന് ലോകത്തെ പ്രകാശിപ്പിക്കണമേ. സത്യവിജ്ഞാനത്തിൻ്റെ പ്രഭ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിജ്ഞാനപ്രഭയിൽ അമഗ്നനായിരുന്നു കൊണ്ട് ആ പ്രഭ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ലോകത്തിന് പങ്കുവെക്കാൻ, തൻ്റെ സഭാമക്കൾക്ക് പങ്കുവെക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ പവിത്രമായ ഓർമ്മകളുടെ 95ാം വാർഷികത്തിന് എന്തൊരു പ്രകാശമാണ്! ആ പ്രകാശത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പങ്കുചേരുന്നത് എന്ന് പറയാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. ധന്യപിതാവിൻ്റെ ഓർമ്മകളിൽ അദ്ദേഹം എത്രമാത്രം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ ഞാൻ ആ ജീവിതയാത്രത്തിലൂടെ കടന്നുപോയപ്പം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനങ്ങൾക്ക് അല്പം പോലും അദ്ദേഹം പുറംതിരിഞ്ഞിട്ടില്ല, ഒരു നിമിഷം പോലും എന്ന് തോന്നിപ്പോകുന്നു. ത്യാഗനിർഭരമായ ഒരു സത്യാന്വേഷണം, പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതത്തിൻ്റെ ജ്ഞാന വഴികളുടെ അന്വേഷണം, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ സറാംപൂർ വാസകാലത്തെ ചിന്തകളിൽ പങ്കിട്ടുകൊണ്ട് ഇങ്ങനെ കുറിച്ചിട്ടു: അദൃശ്യമായ ഒരു പരാശക്തി നമ്മുടെ മനസ്സിനെ തൂക്കിപ്പിടിച്ചുകൊണ്ട് മിഷണറി സമൂഹ ചിന്തയാകുന്ന വഴിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബലം പ്രവേശിച്ചുകൊണ്ട് മനസ്സിനെ ഒരിടത്ത് കുറ്റിതറപ്പിച്ച് വെക്കാതെ യഥേഷ്ടം അയച്ചു കൊടുത്തുകൊണ്ട് എവിടെയാണോ അത് ചെന്നു തറയ്ക്കേണ്ടതെന്ന് പ്രാർത്ഥനയോടുകൂടി നാം സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരുന്നു. എത്ര മനോഹരമാണത്! പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വഴികൾക്ക് വിട്ടുകൊടുക്കുക. ഒരിടത്തും എൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും എൻ്റെ ഏതെങ്കിലും അധികാരത്തിനോ സമ്പത്തിനോ വേണ്ടിയിട്ട് ഞാൻ കുറ്റിതറപ്പിച്ച് വയ്ക്കാതെ എവിടെയാണോ പരിശുദ്ധാത്മാവ് എൻ്റെ ചിന്തകളെ നയിക്കുന്നത് ആ മിഷണറി ചിന്തകളോടുകൂടി പ്രയാണം ചെയ്യുവാനുള്ള ഒരു വിട്ടുകൊടുക്കൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രാർത്ഥനാപൂർവ്വം നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. എന്തൊക്കെ പറയുമ്പോൾ ആ പുണ്യപിതാവിൻ്റെ അന്വേഷണങ്ങളുടെ ഐതിഹാസികമായ മുഖം എത്രയോ സുന്ദരമായി ഓർത്തെടുക്കാൻ കഴിയുന്നു എന്ന് ഞാൻ കരുതുകയാണ്. ത്യാഗത്തെ വസ്ത്രമായും ദാരിദ്ര്യത്തെ കിരീടമായും തിരിച്ചറിഞ്ഞ ഈ മലയിൽ കൊളുത്തി വെച്ച വിളക്കായിരുന്നു.
പാറക്കെട്ടുകളും വനവിശാലതയും കടന്ന് അത് പ്രകാശം പരത്തി. ആ പ്രകാശധാരയാണ് നമ്മളെയെല്ലാം ഇന്ന് ഒന്നിപ്പിക്കുന്ന 5 ലക്ഷത്തോളം വരുന്ന ഈ ഒരു വലിയ സഭയുടെ വഴികളിലേക്ക് എത്തിക്കുന്നത് എന്നത് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആദരവർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ വന്യപിതാവ് സഭയുടെ അമരക്കാരനായിട്ട് കത്തോലിക്ക സഭയുടെ പുനരൈക്യവുമായി ബന്ധപ്പെട്ട് നാൾ മുതൽ നിയമിതനായി. അന്ന് മുതൽ തന്നെ സഭ വലിയൊരു വളർച്ചയുടെ യാത്രാ വഴിയിലായിരുന്നു. അതിൻ്റെ ആത്മീയവും അജുപാരണപരവും ഭൗതികവുമായ വഴിയിൽ, ദൈവശാസ്ത്രപരമായ വഴികളിൽ ഈ വിജ്ഞാന തേജസ്വി സഭയെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ സമഗ്രതയിൽ വളർത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്ന് ഓർത്തെടുക്കുന്നു. അദ്ദേഹം തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞപ്പോൾ അനുയോജ്യനായ ഒരു അമരക്കാരനെ പരിശുദ്ധാത്മാവ് നിയോഗിച്ചു. സഭ വളർന്നു കഴിഞ്ഞിരുന്നു. അത്ഭുതകരമായ വിധം ഈ സഭ വളർന്നു കഴിഞ്ഞിരുന്നു എന്ന് കാണുന്ന സന്തോഷം ഞാനും നിങ്ങളോട് കൂടെ ചേർന്ന് പങ്കുവയ്ക്കുകയാണ്. പിന്നെ സഭയുടെ രണ്ടാമത്തെ അമരക്കാരനായ വന്യ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോരിയോസ് തിരുമേനി 1953 മുതൽ 1994 വരെയുള്ള നീണ്ട ഒരു കാലഘട്ടം, 41 വർഷങ്ങളോളം ഈ സുറിയാനി മലങ്കര കത്തോലിക്ക സഭയെ നയിച്ചതിൻ്റെ പാവനമായ ഓർമ്മകളും നമ്മുടെ മനസ്സിൽ നിന്നുണ്ട്. എത്രയോ ഉയരങ്ങളിലേക്കാണ് ആ കാലഘട്ടങ്ങളിൽ സഭ അതിശയകരമായ വിധം വളർന്നു വന്നത്. മാതൃസഭയായിരുന്ന അന്നുണ്ടായിരുന്ന യാക്കോബായ സഭയൊക്കെ അതിശയിപ്പിക്കുന്ന വിധം കത്തോലിക്ക സഭയുമായുള്ള പുനരൈക്യത്തിന് ശേഷമുള്ള പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുള്ള ആ വളർച്ച അനുഗ്രഹീതമായിരുന്നുവെന്ന് നമ്മളൊക്കെ അഭിമാനത്തോടെ ഓർക്കുമ്പോൾ ആ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ ഒരു ധന്യാത്മാവിൻ്റെ ധിഷണാശക്തിയെക്കുറിച്ചും പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെട്ട ആ കൃപകളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് സാധിക്കട്ടെ. തുടർന്ന് സഭയെ നയിച്ച വന്യ ആർച്ച് ബിഷപ്പ് സിറിൽ മാർ ബസേലിയോസ് തിരുമേനി 1995 മുതൽ 2007 വരെയുള്ള ഒരു കാലഘട്ടം, അതും സഭയുടെ വലിയൊരു വളർച്ചാ കാലഘട്ടമായിരുന്നു. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ കാലഘട്ടത്തിലാണ് 2005 ഫെബ്രുവരി 10 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചായിട്ട് പരിശുദ്ധ പിതാവ് പുണ്യവാനായ ജോൺ പോൾ II മാർപ്പാപ്പ സീറോ മലങ്കര സഭയെ ഉയർത്തുക എന്നുള്ളതും നമുക്കെല്ലാം നന്ദിയോടുകൂടി ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ. അതും വളർച്ചയുടെ മറ്റൊരു 3-ാം ഘട്ടമായിട്ട് നമ്മൾ കാണുകയാണ്. തുടർന്ന് 2007 മുതലുള്ള ഒരു കാലഘട്ടമാണ് ഏറ്റവും അഭിമന്യനായ കത്തോലിക്കോസ് ബസേലിയോസ് കാർഡിനൽ ക്ലെമീസ് ബാബ തിരുമേനി ഇന്ന് നമ്മുടെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കുതിപ്പിന്റെ കാലഘട്ടമാണ്. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട്, സഹോദര സഭകൾക്ക് അഭിമാനമുണ്ട്. ഒരു വലിയ കുതിപ്പിന്റെ ഈ കാലഘട്ടത്തിൽ സഭ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ്. ഇന്ന് എവിടെയാണ് ഈ സഭാ കൂട്ടായ്മ എത്രയോ ഔന്നത്യത്തിലേക്കാണ് വളർന്നിരിക്കുന്നത്. ഭാരത കത്തോലിക്ക സഭയിലെ എണ്ണപ്പെട്ട ഒരു സഭാ സമൂഹം എന്ന നിലയിൽ 5 ലക്ഷത്തോളം വരുന്ന ഒരു വിശ്വാസ സമൂഹത്തെ മുഴുവനും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ അതിൻ്റെ സമഗ്രതയിൽ നയിച്ചുകൊണ്ട് വന്യപിതാവ് തൻ്റെ യാത്ര തുടരുകയാണ്. സാമൂഹിക മേഖലകളിൽ അതുല്യമായ ഒരു സ്ഥാനവും വ്യക്തിത്വവും വന്യ തിരുമേനിക്ക്, ക്ലെമീസ് തിരുമേനിക്ക് ഉണ്ട് എന്ന കാര്യം നമുക്കെല്ലാം അഭിമാനകരമാണ്. ദൈവം പരിശുദ്ധാത്മാവിനാൽ തൻ്റെ സഭയെ അനുയോജ്യരായ സാരഥികളെ നൽകിക്കൊണ്ട്, ഹൃദയത്തിന് ചേർന്ന ഇടയന്മാരെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമായിട്ട് വന്യപിതാവിനെ ഞാനും നമ്മളെല്ലാവരും ഇന്ന് നോക്കിക്കാണുന്നു ആദരവോടുകൂടി. നമുക്കിന്ന് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഭദ്രാസനം, അതോടൊപ്പം തന്നെ മറ്റൊരു അതിഭദ്രാസനമായ തിരുവല്ല അതിരൂപത, അതുകൂടാതെ 10 ഭദ്രാസനങ്ങൾ കൂടി നമുക്കിന്നുണ്ട്. അത്രയേറെ സഭ വളർന്നു കഴിഞ്ഞു. ഇതിനോടൊപ്പമാണ് ഇപ്പോൾ നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് ഒരു അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററെയും അതുപോലെ മറ്റൊരു സഹായമെത്രാനും ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സഭയിൽ വലിയ മെത്രാപ്പോലീത്ത, കത്തോലിക്കോസിനോടൊപ്പം മെത്രാപ്പോലീത്തയും അതുകൂടാതെ
14+2 16 മെത്രാന്മാരും ഇന്ന് സഭയിൽ ഉണ്ട് എന്ന സത്യം വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഈ 95-ാം പുനരൈക്യ വാർഷികത്തിന്റെ പവിത്രമായ ഓർമ്മകളുടെ നടുവിൽ ഓർത്തെടുത്ത് ദൈവത്തിന് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതുപോലെ ആയിരക്കണക്കിന് എത്തുന്ന പുരോഹിതരുടെ ഒരു ഗണം നമുക്കിന്നുണ്ട്. വിശുദ്ധരായ നന്മ നിറഞ്ഞ തീക്ഷ്ണമതികളായ പുരോഹിതർ, ആയിരക്കണക്കിന് എത്തുന്ന സന്യാസ സമൂഹ പ്രതിനിധികൾ നമുക്കിന്നുണ്ട്. സന്യാസ സമൂഹ അംഗങ്ങളുണ്ട്, ശമാശന്മാരുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു വിശ്വാസ സമൂഹം, തീക്ഷ്ണതയുള്ള ജ്വലിക്കുന്ന ഹൃദയമുള്ള ഒരു വിശ്വാസ സമൂഹം, ഇതെല്ലാം നമുക്ക് അഭിമാനമാണ്. ഏതാണ്ട് 500ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽക്കൂട്ടായി നിൽക്കുന്നു ഈ സഭയ്ക്ക്. സഭയുടെ സാമൂഹിക ഇടപെടലുകൾക്ക് അത് ശക്തി പകരുന്നുണ്ട്. സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ അത് ഉയർന്നു നിൽക്കുന്നു. തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാറിവാനിയോസ് നഗർ മുതൽ അങ്ങോട്ട് കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്ന സ്കൂൾ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിര നമുക്ക് ശക്തി പകരുന്നുണ്ട്. മാത്രമല്ല, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതിശക്തമായിട്ട് ഈ സഭയിൽ മുന്നേറുന്നു. ജീവകാരുണ്യ സംരംഭങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ സഭയ്ക്കുണ്ട്. ആതുര ശുശ്രൂഷ കേന്ദ്ര മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള വലിയ സംവിധാനമായിട്ട് കർത്താവ് ഈ 95 വർഷങ്ങൾ കൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ വളർത്തിയിരിക്കുന്നെന്നുള്ള ആ സദ്വാർത്ത നിങ്ങളോട് ചേർന്ന് ഞാനും അഭിമാനത്തോടെ പങ്കുവെക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇനിയും ഒരുപാട് കാലം നമുക്ക് സഞ്ചരിക്കാനുണ്ടല്ലോ. ഈശോ മിശിഹായ്ക്കുണ്ടായിരുന്ന ആ ദാഹം, ഒരുമയിലേക്ക് യാത്ര ചെയ്യുവാനുള്ള ആ ദാഹം, അത് വന്നിയ ഇവാനിയോസ് തിരുമേനി സഭയുടെ അമരക്കാരനായി ഏറ്റെടുത്തിയ ദാഹം, അത് ഇനിയും കൂടുതൽ നമ്മുടെ ഇടയിൽ ഉണ്ടാവേണ്ടതാണ്. സഭ ഐക്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും യാത്ര ചെയ്യാനുണ്ട്. നമ്മുടെ സഹോദരി സഭകളുടെ ഐക്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇനിയും യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. മാമോദീസായിൽ ഒതുങ്ങി നിൽക്കാതെ പരിശുദ്ധ കുർബാനയിൽ എത്തി നിൽക്കുന്ന ഈശോയുടെ തിരുമാംസ രക്തങ്ങൾ ഒരു മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ പ്രാപ്തമായ വിധമുള്ള ഒരു ഐക്യത്തിന് വേണ്ടി ഇനിയും നമ്മൾ ഏറെ ദാഹിക്കേണ്ടതുണ്ടല്ലോ. അത് കർത്താവിന്റെ ദാഹമാണ്. കർത്താവ് തന്റെ മഹത്വം സഭയ്ക്ക് കൈമാറിയപ്പോൾ നാം ഏറ്റെടുത്തിരിക്കുന്ന ദാഹമാണ്. ആ ദാഹം നമ്മൾ തുടരണം. അതിന്റെ ആ അർത്ഥത്തിൽ ഇനി അതൊരു ആന്തരികമായ ഒരർത്ഥം കൂടിയുണ്ട്. നമ്മളൊരു സഭ എന്ന നിലയിൽ ഇനിയും ഞാനും നിങ്ങളുമെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ കൂടുതൽ കൂടുതൽ യൂണിറ്റിയിലേക്ക് വളരണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉള്ളിൽ തന്നെ കൂടുതൽ യൂണിറ്റിയിലേക്ക് വളരുക. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ, സന്യാസ ഭവനങ്ങളിൽ, വൈദിക മന്ദിരങ്ങളിൽ, ഇടവക സമൂഹങ്ങളിൽ കൂടുതൽ ആഴമായ ഒരു അടുപ്പത്തിലേക്ക്, ആഴമായ ഒരു ആത്മീയതയുടെ ഹൃദയഭാവങ്ങളിലേക്ക് ഏറെ നമുക്കെല്ലാം വളരാനുണ്ട്. എപ്പോഴും അത് നിരന്തരമായിട്ട് നീളുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഈ പൂർണ്ണതയുള്ള ഒരു വളർച്ച, പൂർണ്ണതയിലേക്കുള്ള വളർച്ച, അത് ഈശോ മിശിഹായുടെ ഹൃദയത്തുടിപ്പാണ്. അതിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിച്ചേരാനായിട്ട് ഓരോ നിമിഷവും നമുക്ക് പ്രയത്നിക്കാം. ഓരോ കുടുംബവും കൃപയിലും വിശുദ്ധിയിലും വളർന്നുകൊണ്ട് വലിയ ഒരു ഒരുമയിലേക്ക് വരട്ടെ. അതും സഭയുടെ ആ ഹൃദയത്തുടിപ്പാണ്. അവിടുന്ന് ആഗ്രഹിച്ചതാണത്. പിതാവെ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കുക. പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ കൂട്ടായ്മയെ പ്രതിഫലിപ്പിക്കുന്ന ഇടങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സന്യാസ ഭവനങ്ങൾ, നമ്മുടെ ഇടവകകൾ, നമ്മുടെ സഭ മുഴുവനും ഒരുമയോടുകൂടി വളരുവാൻ ഇനിയും കൂടുതൽ കൂടുതൽ കൃപ നൽകി കർത്താവ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ 95ാമത് പുനരൈക്യ വാർഷികത്തിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം ഈ സഭയെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എളിയവനായ എനിക്ക് വേണ്ടിയിട്ടും സിറോ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.